അടിച്ചു മാറ്റിക്കും, നല്ല അന്തസ്സായിട്ട് അടിച്ചു മാറ്റിക്കും. അടിച്ചു മാറ്റണ ഒരു തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റൊന്നുമല്ല. കാരണം ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കും നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് വരികയാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. കാരണം മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ള ഡിസൈനോ എലമെൻസോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചാണ് നിങ്ങളിപ്പോൾ പേപ്പറിൽ വരയ്ക്കുക, ഡിസൈൻ വരയ്ക്കുകയാണെങ്കിൽ അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന് അതുവഴിയായിരിക്കും ഒരു ഡിസൈൻ ക്രിയേറ്റ് ആകുക. അപ്പോൾ എന്തുകൊണ്ടും ഒരാൾക്ക് സ്വന്തമായി ഡിസൈൻ ചെയ്തതാണെന്ന് പറയാൻ ഇപ്പോൾ എന്തായാലും പറ്റില്ല. ഇപ്പോൾ അടിച്ചു മാറ്റാൻ ഇല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സൈറ്റുകളുണ്ട്. ഡ്രിബിൾ ഉണ്ട്, ബിഹാൻസ് ഉണ്ട്, പിൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അടിച്ചു മാറ്റാൻ വലിയൊരു തെറ്റാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെ വിദഗ്ധമായി കോപ്പി ചെയ്യാമെന്ന് ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. സ്റ്റിൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ്. ഡിസൈനേഴ്സ് ആയിട്ടുള്ളവർക്ക് എന്തായാലും ഈ ഒരു ബുക്കിനെ പറ്റി അറിയായിരിക്കും. അറിയാത്തവർക്ക് ഇത് ആസ്റ്റൺ കാൾട്ടൻ്റെ ഒരു ബുക്കാണ്. ഇതിനൊരു 3 സീരീസ് ഉണ്ട്. പതിയെ നാം പറഞ്ഞുതരാം. ഫസ്റ്റത്തെയാണ് ഈ ഒരു സ്റ്റിൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ബുക്ക്. വളരെയധികം സെല്ലായിട്ടുള്ളൊരു ബുക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ബുക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ്. അപ്പോൾ വായിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒന്നും ലിങ്ക് വരില്ല, ഓട്ടോമേഷൻ ഒന്നും ഇല്ല. നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ അയച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അടുത്ത വീഡിയോയും കാണാം. ബൈ.